എന്ന് പറയുന്ന ഒരു സംവിധായകൻ സൂപ്പർ ഹിറ്റ് സിനിമ വന്നു, അതിനുശേഷം ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും അത് ചർച്ചയിലേക്ക് വന്നു കഴിയുമ്പം പല കാര്യങ്ങളും വളച്ചൊടിക്കപ്പെടുന്ന പോലെ തോന്നുന്നു. പല കാര്യങ്ങളും വളച്ചൊടിക്കുന്ന പോലെ. ഇപ്പം ഇവർ രണ്ടുപേരും ഒന്നായിട്ട് വീണ്ടും ഒരു അക്രമത്തിലേക്ക് പോകുന്നു, ആ ഒരു പാതയിലേക്ക് പോകുന്നു. ഇപ്പം വേറെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ താങ്കളുടെ ജീവിതത്തിൽ ഭാവിയിൽ ബാധിക്കാൻ ഒരു സാധ്യത? പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു അത് ബാധിക്കും, നമ്മളെ ഇമോഷണലി ബാധിക്കില്ല. അതൊക്കെ നമ്മൾ ഇമോഷണലി ബാധിക്കുന്നത് സൗഹൃദങ്ങളെ പറ്റിയിട്ടുള്ള ബാധ, അല്ലാണ്ട് മറ്റുള്ളവരെന്ത് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഇവർക്ക് വേണ്ടി നിന്ന് ഈ സിനിമ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മനസ്സിലായില്ലേ? എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പടം ചെയ്തത്, ഒരാളെ ഞാൻ ഒഴിവാക്കിയിട്ടല്ല ചെയ്തത്. പല ആൾക്കാരെ മാറ്റമെന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മൾ ഒഴിവാക്കില്ല. പക്ഷേ ഇപ്പം ശരിക്കും ഇപ്പം സോഷ്യൽ മീഡിയ രാഷ്ട്രീയപരമായ ചർച്ചയിലേക്ക് മാറിയത്, രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴിവെച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ. അല്ല, ഇപ്പോൾ പറയുന്നത് എന്താണ്, ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ കളർ മാറ്റിയാൽ എന്തായാലും ആദ്യത്തെ കഥ തന്നെയാണെങ്കിൽ ജയിച്ചത് എന്തോ ഒരു അപ്പോഴാണ് എനിക്ക് ഇതിൽ രാഷ്ട്രീയ രീതിയിലാണ് സംസാരം പോകുന്നതെന്ന്. രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്, രാഷ്ട്രീയ രീതിയിലേക്ക് ചർച്ച പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ രാഷ്ട്രീയമുണ്ട്. എന്നാലും ടോമിനുള്ള രാഷ്ട്രീയം എനിക്കറിയാം, രൂപേഷ് പെരുമ്പാവൂർ പഠിക്കുമ്പോൾ രാഷ്ട്രീയമുണ്ട്.